വലത്തോട്ട് നിങ്ങൾ നോക്കിയാൽ ഇതിലൂടെ പുലിയെ കാണാം. നിങ്ങൾ ഇടത്തോട്ട് നോക്കിയാൽ ഇതിലൂടെ മാനിനെ കാണാം. അയ്യോടാ അയ്യോ അയ്യോ ജിറാഫ്, സീബ്ര, അനാക്കോണ്ട 4 തരം പക്ഷികൾ. രാജേട്ടൻ പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇതൊക്കെ സാധ്യമാവാൻ പോവാണ് ഇവിടെ അല്ലേ? ബാലൻ വിളി കേൾക്കണ്ട രാജേട്ടാ? അല്ല, ബാലനെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കടുവയാണ്. ഇന്ത്യയിലെ സൂരംഗത്ത് ആദ്യമായിട്ടുള്ള ഹോളോഗ്രാം സൂ, ഇതിനോട് ചേർന്നുള്ള പെറ്റിംഗ് സൂ, ഇങ്ങനെ നിരവധി അത്ഭുതങ്ങളുടെ ഒരു കേന്ദ്രത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ പോകാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. ഒരു തൃശ്ശൂർകാരൻ എന്നുള്ള രീതിക്ക് ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുമ്പോ എനിക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട്. രാജേട്ടന് കുറച്ചൊരു അഹങ്കാരമൊക്കെ തോന്നുന്നുണ്ടാ? എനിക്ക് മാത്രല്ല, കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അഹങ്കരിക്കാൻ പറ്റിയ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകാൻ. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കണേ? സുവോളജിക്കൽ പാർക്ക്, പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? അതെ. സത്യത്തിൽ ജോബി ചോദിച്ച പോലെ ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ നമ്മൾ തൃശ്ശൂരിലാണെന്നേ തോന്നില്ല, മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണെന്ന് തോന്നും. അതെ. പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. നമ്മുടെ പ്രത്യേകത പറഞ്ഞു പാർക്കിന്റെ. അല്ല, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ സുവോളജിക്കൽ പാർക്കാണ്. 2019 മാർച്ച് 31 ഇതിന്റെ പരിസ്ഥിതി അനുമതി കിട്ടുന്നതെങ്കിലും നേരത്തെ തന്നെ നമ്മൾ കാര്യങ്ങൾ ആലോചിച്ചു. 30 വർഷക്കാലമായിട്ടുള്ള നമ്മുടെ സ്വപ്നമാണ്. പക്ഷെ ഇപ്പോ നമ്മള് ഈ കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി വന്നതോടുകൂടി ഇതിനാവശ്യമായ പണം കിട്ടി. 371 കോടി രൂപ. ഇത് മാത്രമല്ല, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന റോഡും കൂടി വന്നപ്പോ 371 കോടി രൂപ കിഫ്ബിയും പ്ലാൻ ഫണ്ടുമായി ചെലവഴിച്ച് ഗവൺമെന്റ് അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സുവോളജിക്കൽ പാർക്ക്. യഥാർത്ഥത്തിൽ ഈ പാർക്ക് ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സ്വപ്നം തൃശ്ശൂർ മൃഗശാലയിലെ മുഴുവൻ മൃഗങ്ങളെയും ഇങ്ങോട്ട് മാറ്റണം എന്നാണ്. തൃശ്ശൂർ മൃഗശാലയിലെ മുഴുവൻ മൃഗങ്ങളെയും മാറ്റുക എന്ന സ്വപ്നത്തിൽ നിന്ന് പിന്നെ ഒരുപാട് വളർന്നു. പിന്നീട് കൂടുതൽ മൃഗങ്ങളുടെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നു. ഇപ്പോ തൃശ്ശൂരിലെ പൂർണ്ണമായിട്ടും മൃഗശാല മാറുന്നതോടൊപ്പം തിരുവനന്തപുരത്തെ കാട്ടുപോത്ത് ഇവിടേക്ക് വരും. തമിഴ്നാട്, കർണാടക സംസ്ഥാന ഗവൺമെന്റുകളുമായി ഞങ്ങൾ മന്ത്രിമാർ തന്നെ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി മൃഗങ്ങൾ, വെള്ളക്കടുവ ഉൾപ്പെടെയുള്ള നിരവധി മൃഗങ്ങൾ ഇങ്ങോട്ട് വരും. മഞ്ഞ കളറുള്ള അനാക്കോണ്ടയെ തരാം എന്ന് കർണാടകക്കാര് നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്. ഇത് പുറമെ ഗവൺമെന്റ് തന്നെ പണം ചെലവഴിച്ചുകൊണ്ട് വിദേശത്ത് നിന്ന് 4 തരം മൃഗങ്ങൾ വരും. ജിറാഫ്, സീബ്ര, അനാക്കോണ്ട, 4 തരം പക്ഷികൾ. അനാക്കോണ്ടയിൽ പച്ച കളറുള്ള അനാക്കോണ്ടയാണ് നമ്മൾ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നത്. ഇന്ത്യക്കകത്ത് നിന്ന് മഞ്ഞ കളറുള്ള അനാക്കോണ്ട. എല്ലാം ഓരോന്നായി വന്നു ചേരുകയാണ്. 24 കൂടുകളിൽ നിന്ന് പിന്നെയും നമ്മൾ വളർന്നു. നമ്മൾ കാണാൻ ഇനി പോകുന്നത് പോലെ ഡിയർ, അതായത് മാനുകളുടെ ഒരു സഫാരി പാർക്ക്, ഇന്ത്യയിലെ സൂരംഗത്ത് ആദ്യമായിട്ടുള്ള ഹോളോഗ്രാം സൂ, ഇതിനോട് ചേർന്നുള്ള പെറ്റിംഗ് സൂ, ഇങ്ങനെ നിരവധി അത്ഭുതങ്ങളുടെ ഒരു കേന്ദ്രത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ പോകാൻ. അതായത് ഒരു കാര്യം കൂടി ഉണ്ട് ജോബി, ഇവിടെ ആവശ്യമായ എല്ലാം ഇവിടെ തന്നെ. 15 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയ ടാങ്ക്, 7 ലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം വേണം. അത് സമാഹരിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങൾ, 500 kV ഒരു സബ്സ്റ്റേഷൻ, ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ കറന്റും നമുക്ക് പ്രസരണം നടത്താൻ പറ്റുന്ന വിധത്തിൽ അങ്ങനെ ഒരു സംവിധാനം. അതോടൊപ്പം തന്നെ ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ഇനി നമുക്ക് വെളിച്ചം തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സോളാർ സംവിധാനങ്ങൾ. ഇവിടെ തന്നെ ഭക്ഷണത്തിന് 3 തരം പാചകപ്പുരകൾ. സസ്യഭോജികളായിട്ടുള്ള മൃഗങ്ങൾക്ക് അത് തയ്യാറാക്കാൻ, മാംസ്യഭോജികളായിട്ടുള്ള മൃഗങ്ങൾക്ക് വേവിച്ചു കൊടുക്കാൻ, ഇനി മാംസഭോജികൾക്ക് പച്ചയ്ക്ക് ചെറിയ ജീവികളെ കൊടുക്കാൻ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട മെസ്സ് ഹാളുകൾ മൃഗങ്ങൾക്ക് വേണ്ടി മാത്രം. മൃഗങ്ങളുടെ ആശുപത്രി, അതിൽ IP ഉണ്ട്, OP ഉണ്ട്, എല്ലാ വിധത്തിലുള്ള എക്സസൈസ് ഉണ്ട്. അതേപോലെ പാല് കൂട്ടാൻ നമുക്കൊരു മനുഷ്യന് എന്തൊക്കെ കൊടുക്കുന്നു അതൊക്കെ മൃഗങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ്. ഒരു പ്രത്യേകത കൂടി ഇവിടെ ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പുലി, കടുവ, ഇതിനൊക്കെ സാധാരണ മൃഗശാലയിൽ നിന്ന് മാറ്റുന്ന ഇനങ്ങൾ മാത്രമല്ല, കാട്ടിൽ നിന്ന് ഫോറസ്റ്റ് വകുപ്പാണ് നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് കാട്ടിൽ നിന്ന് പിടികൂടപ്പെട്ട മൃഗങ്ങൾ ഇവിടത്തെ തന്നെ ക്വാറന്റൈൻ സെന്ററിൽ കൊണ്ടുവന്ന് നേരെ ഈ മൃഗശാലയിലേക്ക് കൊടുക്കണമെന്ന് ഇപ്പൊ ഫോറസ്റ്റ് വകുപ്പ് തീരുമാനിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കാടിന്റെ വന്യത യഥാർത്ഥത്തിൽ ഉള്ള മൃഗങ്ങളെ കൂടി നേരിട്ട് കാണാൻ പറ്റും. മാത്രല്ല, ഇവിടെ നടന്നു നോക്കിയാൽ അറിയാം, യഥാർത്ഥത്തിൽ പണ്ട് മുളകളും കശുമാവും മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതിൽ പലതും മുറിച്ചു മാറ്റി പുതിയ പ്ലാന്റിങ് നടത്തി യഥാർത്ഥത്തിൽ ഒരു കാടിന്റെ നടുവിൽ സ്വതന്ത്രരായി ജീവിക്കുന്ന മൃഗങ്ങൾക്കിടയിലേക്ക് എങ്ങനെയാണ് കാടും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് പുതിയ തലമുറയ്ക്ക് നേരിട്ട് കാണാൻ. അതായത് ഒരു 7-8 മാസം മുമ്പ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ഇതായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഈ കാട് വളർന്ന് വളരെ വ്യത്യാസമായിട്ട് പണികൾ ഭയങ്കര സ്പീഡാണ്. വളരെ സ്പീഡാണ്. ഇത് യഥാർത്ഥത്തിൽ സൈലന്റ് വാലി സോണാണ്. സിംഹവാലൻ കുരങ്ങിന്റെയും കരിങ്കുരങ്ങിന്റെയും പൊതുകേന്ദ്രത്തിലേക്ക് നമ്മൾ നടന്നു പോകുക, സാധാരണക്കാരായ യാത്രക്കാർ നടന്നു പോകുക ഈ വഴിയിലാണ്. ഈ ഒരു കൈവരിക്കൂടെ പോകാം. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും ഇതിൽ വെള്ളം നിറയും.
ഇവിടെ വെച്ചിട്ടുള്ള ചെടികളൊക്കെ സൈലന്റ് വാലിയിൽ നിന്ന് കൊണ്ടുവന്ന അതേ വൃക്ഷങ്ങളാണ്, അതിന്റെ ജനസിൽപ്പെട്ട വൃക്ഷങ്ങളാണ്. അപ്പോൾ നമ്മളാ കാണുന്നത് സിംഹവാലൻ കുരങ്ങിന്റെ കൂടിലേക്കാണ്. അവിടേക്കുള്ള യാത്ര ഇതുവഴിയായിരിക്കും. അപ്പൊ ഇവിടെ പുറത്തേക്ക് പോവില്ല. അത് ഇത് യഥാർത്ഥത്തിൽ ഒരു സൈലന്റ് വാലിയിൽ പോയ ആവാസ വ്യവസ്ഥ ഇവിടെ നമ്മളുണ്ടാക്കും. ജോബി, കാഴ്ചയിൽ ഇതൊരു ചെറിയ സ്ഥലമാണെങ്കിലും ഇവിടെയാണ് നമ്മൾ ഇന്ത്യയിൽ തന്നെ സൂരംഗത്ത് ആദ്യമായി വരുന്ന ഹോളോഗ്രാം സൂ വരാൻ പോകുന്നത്. ഹോളോഗ്രാം AI വന്ന സാഹചര്യത്തിൽ ഈ സാങ്കേതിക വിദ്യ പല സ്ഥലങ്ങളിലും പല തരത്തിലുമുണ്ട്. പക്ഷെ സൂവിൽ ഇത് ആദ്യമായിട്ടാണ്. യഥാർത്ഥത്തിലൊരു ടണൽ പോലെയാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുക. അവിടെ 4 തവണയാണ് ഒരു സഞ്ചാരിക്ക് അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുക. ആദ്യത്തെ യാത്ര അയാൾ തുടങ്ങുമ്പോൾ അയാൾ അനുഭവിക്കാൻ പോകുന്നത് ഒരു ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ സൂ സഫാരിയിലൂടെ നടന്നാലുള്ള അനുഭവമായിരിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയാൾ ജുറാസിക് പാർക്കിലൂടെ നടക്കുന്ന അനുഭവത്തിലൂടെ അയാൾ തിരിച്ചു വരും. വീണ്ടും അങ്ങോട്ടുള്ള യാത്ര ഒരു ഏഷ്യൻ സഫാരിയുടെ അനുഭവത്തിലൂടെ ആയിരിക്കും അങ്ങോട്ട് പോവുക. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഓവർഹെഡ് അനിമൽസ്, അതായത് മലമ്പാമ്പും കുരങ്ങിനും മയിലും ഒക്കെ തലയ്ക്ക് മീതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്ന് ഇയാൾ സഞ്ചാരം ആരംഭിച്ച ടണലിലൂടെ പുറത്തേക്ക് കിടക്കുമ്പോൾ പലതരത്തിലുള്ള മൃഗങ്ങൾ ഇയാളോട് ഒപ്പം വന്നു ചേർന്ന് അതുകൂടിയുള്ള ഒരു സെൽഫി ഓട്ടോമാറ്റിക്കായി മിഷൻ അടിക്കും. അത് നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വിത്തിൻ 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ലഭ്യമാകാൻ കഴിയുന്ന വിധത്തിൽ അസാമാന്യമായിട്ടുള്ള ഒരു അനുഭവം ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാകും. ഇതൊക്കെ നടക്കാൻ പോണത് നമ്മുടെ പുത്തൂരുള്ള സുവോളജിക്കൽ പാർക്കിലാണ്. അതെ, നമുക്കിത് പറയുമ്പോൾ തന്നെ നമ്മുടെ രോമൊക്കെ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പൊ രാജേട്ടൻ പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇതൊക്കെ സാധ്യമാവാൻ പോവാണ് ഇവിടെ അല്ലേ? ഉറപ്പായിട്ടും സാധ്യമാകാൻ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു, ചെറിയ സമയത്തിനുള്ളിൽ പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ രണ്ടാമത്തത് ഡിയർ സഫാരിയാണ്. അതായത് ഈ കാട്ടിലേക്ക് നമ്മൾ 160 മാനുകളാണ് ആദ്യ ഇനത്തിൽ വന്നിട്ടുള്ളത്. 160 മാനുകളെ തുറസായി തുറന്നു വിടും. അതിന്റെ നടുവിലൂടെ നമ്മുടെ മക്കൾക്ക് നടക്കാം. മാനുകളെ മുട്ടിയെരിഞ്ഞും ഉമ്മ വെച്ചും ഒക്കെ അവർക്ക് ഉല്ലസിക്കാൻ പറ്റുന്ന, സാധാരണ സഫാരി പാർക്കിലെ കൂട്ടിലാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. മാനുകളാകുമ്പോൾ ആ പ്രശ്നമില്ല. ഡിയർ സഫാരിയിലേക്ക് എല്ലാവർക്കും കൂളായിട്ട് നടക്കാം. മാനുകൾക്ക് ഒരു കൂടും ഉണ്ടാവില്ല. അവർ സ്വതന്ത്രമായിട്ട് അതിനുള്ളിൽ നടക്കും. അവർക്ക് തീറ്റ കൊടുക്കാം, എന്ത് കാര്യവും ചെയ്യാം. അത് സഫാരി പാർക്ക്. ഈ താഴത്ത് പെറ്റിംഗ് സൂ ആണ് വരുന്നത്. പെറ്റിംഗ് സൂ പുതിയ ആശയമാണ്. അതായത് ഇവിടെ വരുന്ന മക്കൾക്ക് പ്രത്യേകമായിട്ട് ഓമനിക്കാൻ ചില അരുമ മൃഗങ്ങൾ വേണം. ആന്ധ്രയിൽ നിന്നുള്ള ഒരു സംഘമാണ് അതിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് നൽകി ഇപ്പോൾ കോൺട്രാക്ട് ഒപ്പിട്ടിട്ടുള്ളത്. 15 തരം അരുമ മൃഗങ്ങൾ അതിന്റെ കൂട്ടത്തിലുണ്ടാകും. പൂച്ചയും പട്ടിയും അങ്ങനെ തുടങ്ങുന്ന കിളികളും ഒക്കെ തുടങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിട്ടാൽ ഒരു 4-5 മണിക്കൂർ അവർ ഈ അരുമ മൃഗങ്ങളുമായി ഓമനിക്കാനും കെട്ടിപ്പിടിക്കാനും തോളത്ത് വയ്ക്കാനും കഴുത്തിലിരുത്താനും ഒക്കെ പറ്റിയിട്ടുള്ള ഓമന മൃഗങ്ങളുമായിട്ട് ഉല്ലസിക്കാൻ പറ്റും. സുവോളജിക്കൽ പാർക്കിലെ 24 ആവാസ ഇടങ്ങൾക്ക് പുറമെ ഇവിടെ ഉണ്ടാകുന്ന ഹോളോഗ്രാം സൂ, ഇപ്പുറത്ത് നമ്മൾ തുറന്ന പാർക്ക് എന്ന് വിളിക്കാവുന്ന മാനുകളുടെ സഫാരി പാർക്ക്, താഴത്ത് തോണിപ്പാറ റോട്ടിൽ വരുന്ന പെറ്റിംഗ് സൂ, ഈ 3 പുതിയ ഇനങ്ങളായി സുവോളജിക്കൽ പാർക്കിലേക്ക് ഇതിൻ്റെ നിർമ്മാണത്തിനിടയിൽ വന്നതാണ്. ജോബി, ഇങ്ങോട്ടുള്ള യാത്ര വളരെ എളുപ്പമാണ്. തൃശ്ശൂരിൽ നിന്ന് 6 കിലോമീറ്റർ ഏകദേശം വരുള്ളൂ. അപ്പോൾ വന്ന് ചേരാൻ ഇപ്പോൾ പുത്തൂരിൽ തന്നെ ഗവൺമെന്റ് 3 കോടി രൂപ ചെലവഴിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബസ് ഷെൽട്ടർ പുതിയതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നടക്കുമ്പോൾ എനിക്ക് വന്ന ഫോൺ, അതാണ് ഏറ്റവും സന്തോഷം. നീ വന്ന നേരത്തെ തന്നെ വിവരം കിട്ടി. അതെ, വലിയ ഭാഗ്യമുണ്ട്. യാത്രക്കാരുടെ എണ്ണവും അളവും കണ്ടുകൊണ്ട് ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ഗണേഷ് മിനിസ്റ്ററും AK ശശീന്ദ്രൻ മിനിസ്റ്ററും ഞാനും സുഖാധികാരികളും കൂടി ഇവിടുത്തെ അകത്ത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ 3 മിനി ബസ്സുകൾ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 4.5 കിലോമീറ്റർ നടക്കാനുള്ള വഴിയുണ്ട്. പ്രായമായ ആളുകളൊക്കെ വരികയാണെങ്കിൽ ഏത് പോയിന്റിൽ ഇറങ്ങാനും ഏത് പോയിന്റിൽ കയറാനും പറ്റുന്ന വിധത്തിൽ 3 ഇലക്ട്രിക് ബസ്സുകൾ ഇതിന്റെ ചുറ്റും സഞ്ചരിക്കും. അന്ന് ഞങ്ങൾ KSRTCയോട് ചോദിച്ചു, നമുക്കൊരു ഡബിൾ ഡെക്കർ ബസ് പറ്റുമോ? അപ്പൊ അത് പണം കൊടുത്ത് മേടിക്കാൻ 2 ചില്ലാനം കോടി ആകുന്നുള്ളൊരു തർക്കം പറഞ്ഞത്, പ്രയാസം പറഞ്ഞത്. ഇപ്പൊ വിളിച്ച ഫോൺ അവര് KSRT തന്നെ പണം കൊടുത്തുകൊണ്ട് ഒരു ഡബിൾ ഡെക്കർ ബസ് നമുക്ക് വേണ്ടി മേടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ KSRTCയിൽ നിന്ന് യാത്ര ആരംഭിച്ചാൽ തൃശ്ശൂർ നഗരം ചുറ്റി ഡബിൾ ഡെക്കർ ബസ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഓപ്പൺ ആയിരിക്കും, എല്ലാവർക്കും ഇരുന്ന് സ്വതന്ത്രമായി കാണാം. അത് അവിടെ നിന്ന് പോന്നാൽ ഇങ്ങോട്ടെത്തി ഈ സൂവിൻ്റെ ഉള്ളിലൂടെ ഒരു റൗണ്ട് മുകളിൽ പൂർണ്ണമായിട്ടും ആളുകളെ ഇരുത്തി ആകാശ കാഴ്ചകൾ കണ്ട് തിരിച്ച് ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ മുമ്പിൽ ഇറക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ആകാശ കാഴ്ച കൂടി ഇപ്പൊ KSRTC നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിദേശത്തോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക TV-യിലൊക്കെ കണ്ട കാഴ്ചയാണ്. ഇതൊക്കെ ഇവിടെ വരാൻ പോണത്. സാധാരണ നമ്മൾ ഒരു കുരങ്ങന്റെ കൂട് എന്ന് പറഞ്ഞാൽ മൃഗശാലയിലൊക്കെയുള്ള ഇരുമ്പിന്റെ കൂട് നമ്മൾ കപ്പലിലൊക്കെ മേടിച്ച് കൊച്ചുകുട്ടികളായിട്ട് എറിഞ്ഞു കൊടുക്കുന്നൊരു ഓർമ്മ. ഇത് യഥാർത്ഥത്തിൽ കൂടെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതൊരു ആവാസ ഇടമാണ്, തുറന്ന ഇടം. നമ്മൾ ഇവരും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത് ഈ കിടങ്ങ് മാത്രമാണ്.
അല്ലാതെ ഇരുമ്പ് കമ്പികൾ ഉള്ള ഒരു കൂടെ ഇവർക്ക് വേണ്ടിയില്ല. തുറന്നു കിടക്കുന്ന കൂട്. ഈ മരങ്ങളിൽ പലതും 50 വർഷം പഴക്കമൊക്കെ ഉള്ളിടത്ത് നിന്ന് നമ്മൾ പ്രത്യേകമായി കൊണ്ടുവന്ന് വീണ്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ കൂടുണ്ടല്ലോ, ഇത് കുരങ്ങിന് താമസിക്കാനുള്ള കൂടല്ല, അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള കൂട്. കുരങ്ങൻ്റെ എക്സസൈസ് സ്ഥലമാണത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് മുലയൂട്ടാൻ വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ വേണ്ടി കുരങ്ങന്മാർക്ക് ഉപയോഗിക്കാവുന്ന കേന്ദ്രം. യഥാർത്ഥത്തിൽ ഇത് ഡിസൈൻ ചെയ്തിട്ട് ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോൺകോ ആണ്. അപ്പം അതുകൊണ്ട് ആവാസ ഇടങ്ങളാണ്, കൂടുകളല്ല, എല്ലാം വളരെ പ്രകൃതി സമ്പന്നമായ വിധത്തിലുള്ള ആവാസ ഇടങ്ങൾ. യോഗ്യ സന്തോഷം, ഇത് ഞാൻ നട്ട മരമാണ്. 2017 18 ഉദ്ഘാടനത്തിന്റെ സമയം 2018 ഞാൻ നട്ട ഇലഞ്ഞയാണിത്. അപ്പോ ആ ഒരു കാലം മുതൽ പക്ഷെ ഓരോ ജംഗ്ഷനിൽ ഇറങ്ങുമ്പോഴും ആളുകൾക്ക് വിശപ്പും ദാഹവും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇതുപോലത്തെ കഫറ്റേരിയകളായിരിക്കും ഉണ്ടാവുക. 5 കഫറ്റേരിയകൾ പൂർണ്ണമായിട്ടും പ്രകൃതി ഓടി ചേർന്ന് നിൽക്കാവുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ. നമുക്ക് പുറത്തേക്ക് പോകണ്ട. ഇത് ഓലയാണ്, പുല്ലാണ്. ഓലയല്ല, ഇത് യഥാർത്ഥത്തിൽ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. പണ്ട് കാലത്തെ ആൾക്കാര് കുടിൽ കെട്ടി താമസിക്കുന്ന ഒരു ഫീല്. അതെ, അതേ മോഡൽ. ആവശ്യം ചെടികളൊക്കെ ഞങ്ങൾ ചുറ്റും വെച്ചിട്ടുണ്ട്, വരുന്നവർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവും. ഇവിടെ പുലി, അടുത്ത ആവാസയിടത്തിൽ കടുവ, പിന്നത്തെ ആവാസയിടത്തിൽ സിംഹം. ഈ ഒറ്റ വരവിൽ 3 ആളെ കാണാം, പുലിയെ, കടുവയെ, സിംഹത്തെ. വെയിലിന്റെ ഇടയിൽ ജോബി ഇവിടെ വന്നപ്പോ ഒരു തണൽ തോന്നിയില്ല. അതെ, ഇതുപോലത്തെ ഒരു 10 സ്ഥലങ്ങൾ നമ്മൾ ഈ പാർക്കിന്റെ വിവിധ സ്ഥലങ്ങളിലൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല കാടിന്റെ ഇടയിലൂടെയാണ് നമ്മൾ വരുന്നത്. പക്ഷെ കാടില്ലാതെ കടന്നു വരേണ്ട സ്ഥലങ്ങളിലൊക്കെ പണ്ട് നമ്മുടെ അമരപ്പന്തൽ എന്നൊക്കെ പറഞ്ഞ പോലെ വീണ് കിടക്കാവുന്ന, പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു, പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാലൻ വിളി കേൾക്കണ്ട രാജേട്ടാ. അല്ല, ബാലനെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കടുവയാണ്. അപ്പൊ ബാലൻ ഈ തണുപ്പൊക്കെ കിട്ടിയപ്പോ സുഖമായിട്ടാണ് ക്വാറന്റൈൻ സെന്ററിലായിരുന്നു. ഇപ്പൊ വന്നിട്ട് പൂർണ്ണമായിട്ടും കാടിന്റെ അവസ്ഥയിൽ ഈ പച്ചപ്പൊക്കെ കണ്ടപ്പോ ഏതാണ്ട് വയനാട്ടിലെത്തിയ സന്തോഷത്തിൽ അങ്ങ് മയങ്ങാൻ തോന്നുന്നു. അതെ അല്ലേ? അയ്യോടാ, അയ്യോ അയ്യോ, എന്തിട്ട് പറഞ്ഞു. അയ്യോ ദൈവമേ, ഞാൻ ഇതിനാദ്യം കണ്ടില്ല. നോക്കണോക്ക് ചേട്ടാ, പതുങ്ങി പതുങ്ങി. ഇത് കടുവയുടെ എക്സസൈസ് ചെയ്യാടാണ്. ഇവിടെയാണ് അതിന്റെ എക്സസൈസ് നടത്തുന്നത്. പേര് ഹേമു. ഹേമു. ഹേമു അതെ, എക്സസൈസ് ചെയ്യുന്നുണ്ടാ. സംഭവം സെറ്റ്. അതെ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. പുലിമാനെയും ഒരു കാട്ടിൽ തന്നെ കൂട്ടിയാൽ പ്രശ്നമാകും. അതെ, പക്ഷെ ഈ വ്യൂയിങ് ഷെൽട്ടറിന്റെ വലത്തോട്ട് നിങ്ങൾ നോക്കിയാൽ ഇതിലൂടെ പുലിയെ കാണാം, നിങ്ങൾ ഇടത്തോട്ട് നോക്കിയാൽ ഇതിലൂടെ മാനിനെ കാണാം. അപ്പൊ ഒറ്റ ഷെൽട്ടറിൽ നിന്നുകൊണ്ട് പുലിമാനും ഇടത്ത് മാനും വലത്ത് പുലി. ചോബി, മാൻ എന്തൊരടുത്താ കാണാൻ പറ്റുന്നത്? തൊട്ടടുത്ത് നിന്ന് മാനുകളെ കാണാം അല്ലേ? ഞങ്ങൾ ഈ യഥാർത്ഥത്തിൽ ഈ വ്യൂയിങ് ഷെൽട്ടർ തയ്യാറാക്കിയ കാലത്ത് ഇതിന്റെ ഒരു ആശയം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ലതുപോലെ ഇണങ്ങി. ഇപ്പൊ അതിൽ ചിലത് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളവരാണ്, ഇവിടെ നിന്നുണ്ടായവരാണ്. അങ്ങനെ ചില കുഞ്ഞുങ്ങളൊക്കെ വന്നാൽ നമ്മുടെ മക്കൾക്ക് ഉമ്മ വെച്ച് കളിക്കാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതിൽ 3 മാൻകൂടുകളുണ്ട്. ഇത് മ്ലാവ് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പുറത്ത് പന്നിമാൻ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. നമുക്ക് കാണാം. അതെ അതെ, പന്നിമാൻ. അതിന്റെ അപ്പുറത്തുള്ളത് പുള്ളിമാൻ. അങ്ങനെ 3 മാനുകൾക്ക് 3 ആവാസയിടങ്ങളാണ്. ഒക്കെ ഒരു ഏരിയയിൽ. പുലി എവിടെയാന്ന് വിചാരിച്ചേ? പുലി ഞാൻ ഈ കൂട് മുഴുവൻ നോക്കി കണ്ടില്ല. എവിടെ? അയ്യോ ദേടാ, കാണിച്ചാടാ, പതിങ്ങി കിടക്കണം നോക്കടാ. കണ്ടാ നീ? ഇതേ ഇവിടെ ദേ. ഒരിക്കലും മ്യൂസിയത്തില് ഈ ഒരു ഗ്യാപ്പ് വിട്ട് നമ്മൾ നിൽക്കരുത് അല്ലേ? കൈ കൊണ്ട് ഇത് ഇവിടുത്തെ IP ആണ്. നമ്മള് ഇതിനിപ്പോ അസുഖമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിട്ടും ഇതുണ്ട്, ട്രീറ്റ്മെന്റ് പരിപാടിക്ക് വേണ്ടിട്ട് നമ്മളിവിടെ എന്താ പറയാ, അത് കഴിഞ്ഞ് പിന്നെ ചീഫ് അലൈപാടിന്റെ പെർമിഷൻ ഇത് വന്ന് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് സൂലിക്കാം, ആളുകളെ കാണിക്കാം. നമ്മൾ ഒക്ടോബർ 28-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. നമുക്ക് കുറേശ്ശെ ആളുകളെ കെട്ടി തുടങ്ങാൻ പറ്റും. ഒരു പ്രശ്നമുള്ളത്, മൃഗങ്ങളൊക്കെ അവരുടെ ആവാസ ഇടത്തിൽ നിന്ന് ഈ ആവാസ ഇടത്തിലേക്ക് വന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ആ ആവാസ ഇടവുമായി പരിചയപ്പെടാൻ
മൃഗസംരക്ഷണ വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഒക്കെ പറഞ്ഞതുപോലെ ഒരു 2-2.5 മാസക്കാലത്തെ ഒരു ട്രയൽ റൺ വേണ്ടി വരും. ആ സമയത്ത് അവരെ സംരക്ഷിച്ച് അപ്പോൾ നമുക്ക് ലിമിറ്റഡായ ആളുകളെ കടത്തിവിടാന്നല്ലാതെ വലുത് പറ്റില്ല. എന്തായാലും 2026 പുതുവത്സര സമ്മാനമായി മുഴുവൻ ആളുകൾക്കും ഇവിടേക്ക് കയറി വരാൻ പറ്റും. അതായത് നിങ്ങൾ ഇനി എന്താ പറയാ, മൃഗങ്ങളെ ഒന്നും അടുത്ത് കാണാൻ കാട്ടിലേക്ക് പോകണ്ട, നേരെ നമ്മുടെ പുത്തൂര്, തൃശ്ശൂരിന്റെ, കേരളത്തിലെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിന്റെ പുത്തൂര് വന്നിട്ട് നിങ്ങൾ ഇതേ അങ്ങോട്ട് വിശാലമായിട്ട് അങ്ങോട്ട് നടന്ന് കണ്ടോ അല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും എല്ലാവരെയും സ്വാഗതം. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. നാളെ ലോകം നോക്കാൻ പോകുന്ന ഒരു പാർക്ക് തന്നെയാണ്. വിദേശികളും മലയാളികളും ജാതി മതഭേദമന്യേ ആർക്കും പറയാം ഇടിച്ചു വന്ന് കണ്ട് ആസ്വദിക്കാം അല്ലേ? തീർച്ചയായും വളരെ സന്തോഷം ചേട്ടാ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു.